നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി മാസം 11 തീയതി മുതൽക്ക് 17 തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ്. ഗ്രഹസ്ഥിതി അനുസരിച്ച് ഗുരു, അതായത് വ്യാഴം മിഥുനത്തിലാണ്, ശനി മീനത്തിലാണ്, രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ്. ബുധനും ശുക്രനും ചൊവ്വയും സൂര്യനും ധനുവിലാണ്. ഈ ആഴ്ച ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് ജനുവരി 13 തീയതി ശുക്രൻ മകരത്തിലേക്കും, ജനുവരി 14 തീയതി സൂര്യൻ മകരത്തിലേക്കും, ജനുവരി 16 തീയതി കുജൻ മകരത്തിലേക്ക്, ജനുവരി 17 തീയതി ബുധൻ മകരത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ചതുർഗ്രഹയോഗം ഉണ്ടാകുന്നതാണ്. നമുക്കാദ്യം മേടം രാശിയുടെ അശ്വതി, ഭരണി, കാർത്തിക, കാല ഈ നക്ഷത്രക്കാരുടെ സാമാന്യ ഫല നിരൂപണം ചെയ്തു നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം കുറച്ച് ചില ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോലിയിലും അഥവാ അവരുടെ ബിസിനസ്സിലും മറ്റുമൊക്കെ ചില പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. എന്നാൽ 14 ശേഷം സ്ഥിതി മെച്ചപ്പെടും. ഉദ്യോഗം ഉള്ളവർക്കാണെങ്കിൽ ഉദ്യോഗത്തിൽ കുറേ മെച്ചങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ പുതിയ ചുമതലകളും അധികാരങ്ങളും ഒക്കെ കൂടുന്നതാണ്. അവരവരുടെ ബിസിനസ്സിലും കുറച്ചൊക്കെ ആഴ്ചയുടെ അവസാന കാലത്ത് നന്നാകും എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. സാമ്പത്തികമായിട്ട് 16 തീയതിക്ക് ശേഷമാണ് അവർക്ക് കുറച്ച് ചില ഇൻക്രിമെൻറ്റുകളും മറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് കിട്ടും. ശമ്പള വർധനവ് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് കണ്ണ് വേദന എടുക്കുക, അഥവാ രക്തസമ്മർദ്ദം ഉണ്ടാകുക, തലവേദന ഉണ്ടാകുക, ഇതൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. കുടുംബകാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കടുപ്പമുള്ള വാക്കുകൾ ഉപയോഗിച്ചുള്ള വർത്തമാനം ഒക്കെ കുറയ്ക്കേണ്ടതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ കുടുംബത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട്. 15 തീയതിക്ക് ശേഷം അത് മെച്ചപ്പെടുകയും ചെയ്യും. മേടക്കൂറുകാർക്ക് 7 ശനിയുടെ അവസാന കാലമാണ്. 12 ശനിയാണ്, 3 വ്യാഴവുമാണ്. അവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യഭജനം വളരെ നല്ലതാണ്. സൂര്യ നമസ്കാരം ചെയ്യുക അവനവന് സ്വയം ചെയ്യാവുന്നതാണ്. സൂര്യായ നമ അഥവാ സൂര്യൻ്റെ മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശിവക്ഷേത്രത്തിൽ, സൂര്യക്ഷേത്രത്തിൽ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുക, ദർശനം നടത്തുക, ഇതുമൊക്കെ വളരെ നല്ലതാണ്. ശാസ്താക്ഷേത്രത്തിൽ എള്ളുകിഴി നല്ലതാണ്. ഇങ്ങനെയുള്ള വഴിപാടുകൾ അഥവാ ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് 2ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. ജോലിയിൽ ഒരു സ്ഥിരത, അവർക്കൊരു അനുകൂലമായിട്ടുള്ള ഭാവം 13 തീയതിക്ക് ശേഷം ഉണ്ടാകും. 13 തീയതിക്ക് ശേഷം ചില പുതിയ കരാറുകളും ഒക്കെ വരാനും സാധ്യതയുണ്ട്. അതുപോലെ സ്ഥിരമായിട്ടുള്ള വരുമാനവും ഉറപ്പായിട്ടും അവർക്കുണ്ടാകും. സാമ്പത്തികമായിട്ട് ധനലാഭം ഉണ്ടാകാനുള്ള കാലമാണ്. ഭൂമി, വീട് മുതലായിട്ടുള്ളവ പുതിയത് വാങ്ങിക്കാനോ ഒക്കെയുള്ള ചിന്തകളുണ്ടാകും. അത് പോസിറ്റീവായിട്ട് നടക്കുകയും ചെയ്യും. ആരോഗ്യപരമായിട്ട് അവർക്ക് കഴുത്ത്, തൊണ്ട മുതലായിട്ടുള്ളവ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ രോഗങ്ങളുള്ളവർക്ക് അത് കൂടുതലാകാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് അവർക്ക് നല്ല കാലമാണ്. കുടുംബത്തിൽ ഐക്യവും ഉണ്ടാവും. വളരെ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം അവർക്ക് സാധിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് പരിഹാരമായിട്ട് വ്യാഴത്തിനെ ഭജിക്കുക, അഥവാ വ്യാഴഗ്രഹത്തിൻ്റെ അധിദേവതയായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക. വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, മഞ്ഞ വസ്ത്രം ധരിക്കുക, പശുവിന് തീറ്റ കൊടുക്കുക, പച്ചപ്പുല്ല് അഥവാ മറ്റേ കഞ്ഞി മുതലായിട്ടുള്ളവ കൊടുക്കുക, പശുവിനെ പരിപാലിക്കുക എന്നർത്ഥം. ഇത് അവർക്ക് പരിഹാരമായിട്ട് പറയാവുന്നതാണ്. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദം മുക്കാല്, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ. ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഇവരെ സംബന്ധിച്ച് ഗുരു ലഗ്നത്തിലാണ്, വ്യാഴം ലഗ്നത്തിലാണ്. പുതിയ തുടക്കങ്ങളൊക്കെ അവർക്കുണ്ടാകും. 17 തീയതി വരെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും 17 തീയതിക്ക് ശേഷം ജോലി സംബന്ധിച്ചും മറ്റുമൊക്കെ ചില തീരുമാനങ്ങളും ഒക്കെ, നല്ല തീരുമാനങ്ങൾ, അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ മറ്റും ഉണ്ടാകും. സാമ്പത്തികമായിട്ട് ചിലവ് കുറച്ച് വർദ്ധിക്കാനിടയുണ്ട്. എങ്കിലും സ്ഥിര വരുമാനമുണ്ടാകും. സാമ്പത്തികം നിയന്ത്രണത്തിലായിരിക്കുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായിട്ട് ചില ഉറക്ക പ്രശ്നങ്ങളും അതുകൊണ്ട് തന്നെ ചില നാഡീ സംബന്ധമായിട്ടുള്ള വീക്ക്നെസ്സൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഉറക്ക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. അതൊക്കെ കണക്കിലെടുത്ത് അവരുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മളെടുക്കുന്ന തീരുമാനം കൊണ്ട് കുടുംബത്തിലെ മറ്റു വ്യക്തികൾക്ക് ചില
ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നിരിക്കാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വേണം കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ. മിഥുനക്കൂറുകാർക്ക് ബുധനാഴ്ച ദിവസം ബുധ ക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഥവാ സുദർശനം, നരസിംഹം മുതലായിട്ടുള്ള വൈഷ്ണവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. തുളസിക്ക് വെള്ളമൊഴിക്കുക, തുളസി തീർത്ഥം കുടിക്കുക, ഇതൊക്കെയും നല്ലതാണ്. അതോടൊപ്പം തന്നെ ധ്യാനം ശീലിക്കേണ്ടതും ആവശ്യമായിട്ടുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ആഴ്ചയുടെ ആദ്യ ഭാഗത്ത് കുറച്ച് മന്ദഗതിയിലായിരിക്കും അവരുടെ പ്രവർത്തനമൊക്കെ. 14 ശേഷം 7-ാം സ്ഥാനത്ത് ഈ 4 ഗ്രഹങ്ങളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ചില വ്യത്യാസങ്ങളും ജോലിയിലും അല്ലെങ്കിൽ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകാം. പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന ജോലികൾ അഥവാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഇതിലൊക്കെ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വരുമാനം ഒരു ശരാശരിയിൽ നിൽക്കും. ഈ കാലത്ത് അവർ പ്രത്യേകിച്ച് കടം കൊടുക്കുകയാണെങ്കിൽ അത് ഈ കാലത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് കുറച്ച് അലർജിക് രോഗങ്ങളൊക്കെ വരാവുന്ന സാഹചര്യം ഉണ്ട്. ജലദോഷം മുതലായിട്ടുള്ളവ ശ്രദ്ധിക്കുക. കുടുംബപരമായിട്ടുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ ഭാര്യയുമായിട്ടും ദാമ്പത്യപരമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത് പരിഹരിക്കപ്പെടാവുന്നതാണ്. കർക്കിടക കൂറുകാർക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കാവുന്നതാണ്. ശിവക്ഷേത്ര ദർശനം, തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുക, അവിടെ കരിക്ക് അഭിഷേകം ചെയ്യുക, ദാനം കൊടുക്കുക, ഇതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പഞ്ചാക്ഷര ജപം നിത്യേന ചെയ്യേണ്ടതാണ്. അതുപോലെ അഥവാ അമ്മയെപ്പോലുള്ള സ്ത്രീകളെ അവർക്ക് ദാന കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടതും ആവശ്യമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഇവർക്ക് ലഗ്നത്തിൽ കേതുവാണ്. ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സംബന്ധിച്ചോ ഒരു വിരക്തി അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള തോന്നൽ കൊണ്ട് അവരുടെ ഒരു കാര്യക്ഷമത കുറവ് കൊണ്ട് ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ കുറച്ച് ലാഗ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ അത് 16-ാം തീയതിക്ക് ശേഷം കുറച്ച് നില മെച്ചപ്പെടും. സാമ്പത്തികപരമായിട്ടും അവർക്കത്ര അനുകൂലമല്ല. ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ഹൃദയ രോഗം അഥവാ രക്തസമ്മർദ്ദം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള രോഗമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ഒരു മൗനം കൊണ്ട് അഥവാ എല്ലാവരുമായിട്ട് വേണ്ട രീതിയിലുള്ള വർത്തമാനങ്ങളില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകളും ഒക്കെ കൊണ്ട് കുടുംബ ബന്ധങ്ങളിലും അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല ഇത്. ചിങ്ങക്കൂറുകാർക്ക് ലഗ്നത്തിൽ കേതു ഉണ്ട്. അത് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതിന് പരിഹാരമായിട്ട് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, അതുപോലെ തന്നെ ഭൈരവൻ എന്നുള്ള നിലയ്ക്ക് നായയ്ക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിൽ 3/4, അത്തം, ചിത്തിര, അര. ചിത്തിരയുടെ 1, 2 പാദങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് 14-ാം തീയതി വരെ അത്ര അനുകൂലമല്ല. അതിനുശേഷം ലാഭസ്ഥാനത്താണ് ഗ്രഹയോഗങ്ങൾ വരുന്നത്. അപ്പോൾ അംഗീകാരങ്ങളും അതുപോലെ സ്ഥാനക്കയറ്റം മുതലായിട്ടുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും അവർക്ക് വരുമാനം വർദ്ധിക്കും. നിക്ഷേപത്തിനും പണം മിച്ചമുള്ളത് നിക്ഷേപിക്കുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ ലാഭം ഉണ്ടാകും. അത് നിക്ഷേപത്തിന് എന്തായാലും അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യകരമായിട്ട് അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യമാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാനുള്ള സാഹചര്യമൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന ചില വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി അത് ദഹനശക്തിയൊക്കെ മെച്ചപ്പെടുന്ന കാലമാണ്. കുടുംബപരമായിട്ട് അകന്നിരുന്ന സഹോദരന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ട് തൊടാൻ സാധ്യതയുണ്ട്. ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കുക, ദുർഗാ സപ്തശതി ജപിക്കുക, ഇതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ സാധ്വിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ്. അമിതമായിട്ടുള്ള ചിന്ത അഥവാ സംഘർഷങ്ങൾ ഒഴിവാക്കാനും അവർ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത തുലാക്കൂറാണ്. ചിത്തിരയുടെ 1 അവസാനത്തെ 2 പാദങ്ങളും ചോതി, വിശാഖം, മുക്കാൽ. വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളിൽ ജനിച്ചവരാണ് തുലാക്കൂറുകാർ. ആഴ്ചയുടെ തുടക്കത്തിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 16-ന് ശേഷം അതിനൊരു കുറവ് വരും എന്ന് മാത്രമല്ല, ജോലി സ്ഥിരത, ബിസിനസ്സിലും മറ്റും ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
സാമ്പത്തികമായിട്ട് വാഹന സംബന്ധമായിട്ടുള്ള ചില ചിലവുകൾ കൂടുതലായിട്ട് വരാം. വീട് സംബന്ധമായിട്ടുള്ള ചിലവുകളും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കാവുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ട് ശരീരത്തിൻ്റെ നടുവേദന അഥവാ നട്ടെല്ലിന് വേദന, അതുപോലെ വൃക്ക സംബന്ധിച്ച് രോഗമുള്ളവരാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലമാണ്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കൂടുതലാകാനുള്ള സാഹചര്യമുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ വീട്ടിൽ ചെറിയ അഭിപ്രായ ഭിന്നതകളും അതുമൂലമുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തുലാക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുക അഥവാ മഹാലക്ഷ്മി മന്ത്രം ജപിക്കുക അഥവാ ശുക്രായ നമഃ എന്ന് ജപിക്കുക, അത് ദിവസേന ചെയ്യാവുന്നതാണ്. വെളുത്ത വസ്ത്രം ദാനം ചെയ്യുക, ഇതൊക്കെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്കാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. 17-ാം തീയതി വരെ അത്ര അനുകൂലമല്ല. എന്നാൽ 17-ാം തീയതിക്ക് ശേഷമാണ് അവർക്ക് പഠന സംബന്ധമായിട്ടുള്ള, അതുപോലെ തന്നെ പരിശീലനം നടത്തുന്നവരാണെങ്കിൽ അവർക്ക് എഴുത്ത് പരീക്ഷ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയും അനുകൂലമായിട്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമാകും. എന്നാൽ 17-ാം തീയതി മുതൽക്കാണ് അത് അനുകൂലമാകാനുള്ള ഒരു സാധ്യതയുള്ളത്. സാമ്പത്തികമായിട്ട് ചെറിയ ലാഭങ്ങൾ ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന വരുത്തിവെച്ച ചില നഷ്ടങ്ങൾ കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാലമാണ്. ആരോഗ്യപരമായിട്ട് പോയ വാരത്തിനേക്കാൾ കുറച്ചുകൂടെ ഉത്കണ്ഠയും മറ്റും കുറഞ്ഞ് ഒരു സ്വസ്ഥത ലഭിക്കുന്ന കാലമാണ്. മറ്റ് രോഗങ്ങളൊന്നും വരാനുള്ള സാഹചര്യം കാണുന്നില്ല. കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ വാക്കിന് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സമയമാണ്. വാക്കുകൊണ്ടുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഹനുമാനെ ഭജിക്കുക, ഹനുമാൻ ചാലീസ ജപിക്കുന്നത് അത് ദിവസേന ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ ചൊവ്വയെ പ്രാർത്ഥിക്കുക, കുജായ നമഃ എന്ന് സ്വയം ജപിക്കാം. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി കുജന് പ്രത്യേകമായിട്ടും മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും വേണം കുജന് പ്രത്യേകമായിട്ടും പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട് നടത്തുന്നത് നല്ലതാണ്. ഇവരെ കുറച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോപം നിയന്ത്രിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അതൊരു പല പ്രശ്നങ്ങൾക്കും കാരണമാകും. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർ ആഴ്ചയുടെ തുടക്കത്തിൽ ലഗ്നത്തിൽ ആണ് ഈ 4 ഗ്രഹങ്ങളും ഒന്നിച്ചു വരുന്നത്. 14-ന് ശേഷം കുറച്ച് അവരുടെ ജോലി ഭാരങ്ങളൊക്കെ കുറയും. അതുവരെ ഒരുപാട് കാര്യങ്ങളിൽ അവരിടപെട്ട് അതുകൊണ്ടുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടാണെങ്കിൽ ഒരുപാട് ചിലവുകൾ വരേണ്ട കാലമാണ്. ആ ചിലവുകളൊക്കെ നിയന്ത്രിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യപരമായിട്ട് ശരീരവേദന ഉണ്ടാകും. അതുപോലെ ജ്വരം, പലതരത്തിലുള്ള പനികൾ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ടും അത്ര സുഖത്തിലല്ല. പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതകളും കുടുംബത്തിലുണ്ടാകും. ധനു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന് ഗ്രഹശാന്തി ചെയ്യുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടത്തുക. വിഷ്ണുവിൻ്റെ മന്ത്രം, നാരായണ മുതലായിട്ടുള്ള ചെറിയ മന്ത്രങ്ങൾ മുതൽക്ക് വൈഷ്ണവ മന്ത്രങ്ങൾ അറിയാവുന്നവർ, ഉപദേശമുള്ളവർ ആ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ്. ധ്യാനവും ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ്. ഇനിയുള്ളത് മകരം കൂറാണ്. മകരക്കൂറിന് ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണവും അവിട്ടവും ചേർന്ന നക്ഷത്രങ്ങളാണ്. 14-ാം തീയതി മുതൽക്ക് 17-ാം തീയതി വരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമായിട്ട് വേണം വിചാരിക്കാൻ. ലഗ്നത്തിൽ 4 ഗ്രഹങ്ങളാണ് വന്നു ചേരുന്നത്. പുതിയ ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവർ ഏറ്റെടുക്കേണ്ടി വരും. അവരുടെ ജോലിസ്ഥലത്തും അല്ലെങ്കിൽ കർമ്മമേഖലയിൽ പല പുതിയ ചുമതലകൾ വന്നു ചേരും. അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ചില മാനസിക സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് വരുമാനം കുറച്ച് വർദ്ധിക്കുന്ന കാലമാണ്. ചെലവും അതുപോലെ തന്നെ കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് അത്ര മെച്ചമല്ല. മുട്ട് സംബന്ധിച്ചുള്ളത്, അതുപോലെ തന്നെ എല്ലുകൾ സംബന്ധിച്ചുള്ള ചില രോഗങ്ങളൊക്കെ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അഥവാ അങ്ങനെ മുട്ടുവേദന, നടുവേദന, കാലിന് വേദന ഉള്ളവർക്ക് ഈ ആഴ്ച കുറച്ചുകൂടെ രോഗം മൂർച്ഛിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാവും. എന്നാൽ അതിന് വേണ്ടതായ ഒരു ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് ഈ
നക്ഷത്രക്കാരുടെ ഒരു ചുമതലയായിട്ട് വിചാരിക്കേണ്ടതാണ്. മകരക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം എള്ളെണ്ണ ദാനം ചെയ്യുക, എള്ളെണ്ണ കത്തിക്കുക, സ്വന്തം ഗൃഹത്തിലാവാം, അതുപോലെ മറ്റ് ശാസ്താക്ഷേത്രത്തിലും മറ്റുമൊക്കെ എള്ള് തിരി കൊണ്ടുള്ള നീരാജനം മുതലായിട്ടുള്ള വഴിപാട് കഴിക്കുന്നത് നല്ലതാണ്. ശനൈശ്വരായ നമഃ എന്ന് സ്വയം ജപിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രായമേറിയ ആൾക്കാർക്ക്, വൃദ്ധരായിട്ടുള്ളവർക്ക് ഭക്ഷണം മുതലായിട്ടുള്ളവ ദാനം ചെയ്യുക, അവരെ വസ്ത്രാദി ദാനം ചെയ്ത് സന്തോഷിപ്പിക്കുക, ഇതും ഒരു പരിഹാരമായിട്ട് പറയാവുന്നതാണ്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തര, ചതയം, പൂരൂരുട്ടാതി, മുക്കാല് ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം രാഹു ലഗ്നത്തിലാണ്. ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ ജോലിയിലും അഥവാ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണിത്. എന്നാലത് 16-ാം തീയതി വരെ എന്താണ് സംഭവിക്കുന്നത് എന്നവർക്ക് വേണ്ട വിധം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 16-ാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാകും. അതുവരെ സൂക്ഷിച്ച് മാത്രം ജോലിയിലും അഥവാ മറ്റ് ബിസിനസ് ഡീലിങ്സിലും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്. സാമ്പത്തികമായിട്ട് സ്റ്റഡിയാണ്, എന്നാൽ അതോടൊപ്പം തന്നെ ചില പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുന്നുണ്ട്. അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ ഉള്ള മനക്കരുത്ത് അഥവാ സ്ഥൈര്യം ഉണ്ടാകേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് ശിരോസംബന്ധമായിട്ടുള്ള രോഗങ്ങളോ സ്വാരസ്യങ്ങളോ ഉണ്ടാകാം. നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, അതുകൊണ്ട് ഉണ്ടാകുന്ന തലചുറ്റ്, ക്ഷീണം മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ഒരു ഐക്യം, സഹോദരന്മാർ, മറ്റു കുടുംബ ബന്ധുക്കൾ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢമാകും. അഥവാ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നിവൃത്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുംഭക്കൂറുകാർക്ക് ശനിയാഴ്ച ദിവസം അവർ എള്ള് ദാനം ചെയ്യുക, അതുപോലെ തന്നെ രാഹവേ നമഃ എന്ന ജപിക്കുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക, അവിടെ പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയും നല്ലതാണ്. ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ചും അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ ആഴ്ച. അടുത്തത് മീനം കൂറാണ്. മീനക്കൂറിന് പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിക്കാലവും 7.5 ശനിയും കണ്ടകശനിയും കാലമാണ്. ശനി ലഗ്നത്തിലാണ്. ഇവർക്ക് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു കാലമാണ്. ഏത് മേഖലയിലാണെങ്കിലും, അത് ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഉള്ളവർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടും ഒക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. 17-ാം തീയതിക്ക് ശേഷം കുറച്ച് ലഘൂകരിക്കാൻ സാധിക്കും എന്ന് മാത്രം. എങ്കിലും ലഗ്നത്തിൽ ശനിയുടെ അതായിട്ടുള്ള ദുരിതങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. സാമ്പത്തികമായിട്ട് സ്ഥിരത തന്നെയാണ്. മറ്റ് വലിയ വ്യത്യാസങ്ങളൊന്നും വരുമാനത്തിലും ഒന്നും കാണുന്നില്ല. എന്നാൽ ചില വരുമാനങ്ങൾ, ലഭിക്കേണ്ട ചില വരുമാനങ്ങൾ ഈ ആഴ്ച അഥവാ കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച ഒക്കെ കിട്ടേണ്ടതായിട്ടുള്ള ചില വരുമാനങ്ങൾ അത് വീണ്ടും ലാഗ് ചെയ്യാൻ അടുത്ത ആഴ്ചത്തേക്കോ ഒക്കെ വൈകാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവാണ് ഇവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ശരീരക്ഷീണം, മാനസിക അധ്വാനം മുതലായിട്ടുള്ളവ ഇവർ അനുഭവിക്കേണ്ടതുണ്ട്. ഇവർക്ക് ആത്മീയത തന്നെയാണ് ഒരു പ്രധാനമായിട്ട് കാണേണ്ടത്. കണ്ടകശനിയും 7.5 ശനിയും കൂടെ ഉള്ള കാലമാണ്. അതുകൊണ്ട് ധ്യാനം ശീലിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശനി ക്ഷേത്രത്തിൽ അഥവാ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങളും നല്ലതാണ്. മീനക്കൂറുകാർക്ക് കണ്ടകശനിയും 7.5 ശനിയും കൂടെ ഉള്ള കാലമാണ്. അവർ നിത്യേന പഞ്ചാക്ഷര ജപം, നമശിവായ ജപം ഒരു ശീലമാക്കണം. പലതരത്തിലുള്ള സംഘർഷങ്ങൾ, മനസ്സംഘർഷങ്ങളുമൊക്കെ വരാവുന്ന കാലമാണ്. അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് നല്ലതാണ്. ഒരു സേവ എന്നുള്ള നിലയ്ക്ക് വൃദ്ധർക്കും മറ്റ് ഉള്ളവർക്കൊക്കെ ദാനം ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യണം. നിത്യേന ശനൈശ്വരായ നമഃ എന്നുള്ള ജപവും വളരെ നല്ല ഫലം ചെയ്യും. ആഴ്ചയുടെ മധ്യത്തിൽ 14-ാം തീയതി, ജനുവരി 14-ാം തീയതി മകരസംക്രമമാണ്. ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ്. ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ്. അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം.
ആ ഉത്തരായന കാലം ആകുന്ന 6 മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം 14-ാം തീയതി. ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരും ഈ 33 ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം. ആ ഉത്തരായന കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും. നമുക്കറിയാം, സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായന കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത്. ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം. അതിനു വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ.